എൻ്റെ പേര് ഫാദർ ഷൈജു. ഞാൻ കല്യാൺ രൂപതയുടെ അച്ഛനാണ്. ഞാനിവിടെ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ലോകം മുഴുവനും ആകാംക്ഷയോടെ നോക്കി, ഇതുപോലെ ഞാനും ഇവിടുത്തെ എപ്പോഴാണ് കറുത്ത പുക വെളുത്ത പുക എന്നൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. മിനിങ്ങാന്ന് രാത്രിയിൽ ഇവിടെ വന്നു, ആദ്യത്തെ പുകയാണ്, പക്ഷേ അപ്പം കറുത്ത പുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഇന്നലെ രാത്രിക്കത്തെ അവസാനത്തെ പുകയായിരിക്കും വെളുത്തെന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നേരത്തെ വന്ന് ലൈനിൽ നിൽക്കാമെന്ന് കരുതി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പുറത്ത് ലൈനിൽ വന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു 6:10 ആയപ്പോഴത്തേക്കും ഭയങ്കര ബഹളം കേട്ടുവിടുന്നു. ഭയങ്കര ബഹളം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്കോ ബിയാങ്കോ, ഇറ്റാലിയനിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് വൈറ്റ്, അത് വെളുത്ത പുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ ഒരു ഇമോഷൻ ഭയങ്കരമാണ്. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ ഓടരുത്, പയ്യെ പോകാവുള്ളൂ. എന്താണല്ലോ അവിടെ അകത്ത് വന്നപ്പോഴത്തേക്കും പാട്ടും ബഹളവും എല്ലാവരും ഇങ്ങനെ ആവേമരെ നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെയുള്ളൊരു എക്സ്പ്രഷനാണ്. പിന്നെ ഇവിടെ അകത്ത് കയറി പറ്റാവുന്നത്രോ മുമ്പിൽ പോയി നിന്നു. മൊത്തത്തിൽ ഒരു ഭയങ്കര ശാന്തതയായിരുന്നു. എനിക്കാണെങ്കിലും ഉള്ളിൽ ഒരു ഭയങ്കര എന്തെന്നില്ലാത്തൊരു ആനന്ദം. ഫ്രാൻസിസ് പാപ്പ മരിച്ചു പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പുതിയ ആളിതാ, നമുക്കൊരു പുതിയൊരു അപ്പനെ കിട്ടാൻ പോവാണ്. അങ്ങനെ സന്തോഷത്തോടെയായിരുന്നു തന്നെ. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽപ്പുണ്ട്. കുറേ പേര് നല്ല ശബ്ദത്തിൽ ജപമാല ഇടുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അവസാനം ഇങ്ങനെ അബേമൂസ് പാപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ കാർഡിനൽ അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ സന്തോഷമൊക്കെ വലുതാവുകയാണ്. എന്നിട്ട് പിന്നെ പേര് പറഞ്ഞു, റോബർട്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതാണെങ്കിലും, പക്ഷേ പേര് ലിയോ ദ 14th എന്നുള്ള പേര് പറഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷമായി. കാരണം ലിയോ മാർപ്പാപ്പമാർ സഭയിൽ ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒന്നാം ലിയോ പാപ്പയും, പിന്നെ പ്രത്യേകിച്ച് ഒബ്വിയസ്ലി ലിയോ 13 എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണെന്നൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പിന്നെ പോകുന്ന വഴിക്ക് തപ്പി നോക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. കാരണം കുറേ കാര്യങ്ങൾ ഇന്നലെ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞാൽ ഈ ലിയോ 13 മാർപ്പാപ്പ അറിയപ്പെടുന്നത് ജപമാലയുടെ മാർപ്പാപ്പ എന്നായിരുന്നു. പിന്നെ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായിൽ മാലാഖയോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന സഭയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് എഴുതി ചൊല്ലാൻ പഠിപ്പിച്ച മാർപ്പാപ്പയാണ് ഈ ലിയോ 13 മാർപ്പാപ്പ. അതുപോലെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 11ഓളം എൻസൈക്ലിക്കൽസ്, ചാക്രിക ലേഖനങ്ങൾ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് സഭയുടെ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ആളാണ് ഞാനെന്ന് ഇദ്ദേഹം ആ പേരിലൂടെ ലോകത്തോട് ഉറക്കെ പറയായിരുന്നു. അതേസമയം വളരെ ലാളിത്യത്തോടെ വന്ന് നിന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത പിൻഗാമിയാണ് താനെന്നും കൂടി പറയുമായിരുന്നു. അപ്പോൾ ആ ഈ നമ്മുടെ ലിയോ 13 മാർപ്പാപ്പ റേരും നവാർ എന്ന് പറയുന്നൊരു ചാക്രിക ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം സഭേനെ ഈ മോഡേണിറ്റിയിലേക്ക്, ആധുനികതയിലേക്ക് സഭയെ കൈപിടിച്ച് നടത്തിയ മാർപ്പാപ്പയാണ് ലിയോ 13. അപ്പോൾ അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഉത്തരാധുനികത എന്നൊക്കെ, പോസ്റ്റ് മോഡേണിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു സഭയ്ക്ക് ഒരു പുതിയൊരു ഉണർവ് നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള മാർപ്പാപ്പന്മാരോട് ചേർന്ന് ആ ഒരു പുതിയ ഉണർവിലേക്ക് സഭയെ തീർച്ചയായിട്ടും കൊണ്ടുപോകാനും കൂടി താൻ ആഗ്രഹിക്കുന്നു എന്ന് ഇദ്ദേഹം ആ പേരിലൂടെ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോൺക്ലേവിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ റോമിൽ പഠിക്കുന്നത് ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയും ഒരു പെർഫെക്റ്റ്ലി ഒരു ബ്ലെൻഡ് നമുക്ക് വേണം അടുത്ത മാർപ്പാപ്പയിൽ. അതായത് ഫ്രാൻസിസ് പാപ്പയുടെ ലാളിത്യവും ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ഒരു സ്നേഹവും, അതുപോലെ ജോൺ പോൾ രണ്ടാമൻ്റെയും ബെനഡിക്റ്റ് മാർപ്പാപ്പിൻ്റെയൊക്കെ ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലുള്ള ഒരു ആഴവും ഇതൊക്കെയുള്ള ഒരാളെ ആയിരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അതുപോലെയുള്ള ഒരാളെ, പെർഫെക്റ്റ് ബ്ലെൻഡ്, ഈ ഒരു കാലഘട്ടത്തിന് പറ്റിയ ഏറ്റവും ആളെയാണ്. ഇതിൻ്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റു പറ്റത്തില്ലല്ലോ. കർത്താവ് നമുക്ക് ഏറ്റവും നല്ല ആളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം എനിക്കൊത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമുക്കിപ്പോൾ സന്തോഷവും നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് കഴിയുന്നിടത്തോളം പരിത്യാഗങ്ങളും പ്രാർത്ഥനയും ജപമാലകളും വിശുദ്ധബലിയും ഉപവാസവും ഒക്കെ എടുത്ത് എല്ലാ ദിവസവും നമ്മൾ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലുണ്ടായിരുന്ന നമുക്ക് പാപ്പനോടുള്ള ആ സ്നേഹം അത് ഇനി എല്ലാ കാലവും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു പാപ്പന് കർത്താവ് വന്ന പോലെ ഇദ്ദേഹത്തിലൂടെ ചരിത്രത്തിലും വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെട്ടോളും.